തമിഴ്നാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തിരുപ്പുറക്കുണ്ടത്തെ വിവാദം ഇന്ന് വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്താണ് സ്റ്റാലിൻ ഗവൺമെൻറ് ഈ മുരുക ഭക്തരോട് ഇത്ര വലിയ വെറുപ്പ് കാണിക്കുന്നത്? മുരുക ഭക്തരെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ നശിപ്പിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവർക്ക് എന്തിനാണ് MK സ്റ്റാലിൻ പിന്തുണ നൽകുന്നത്? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ തിരുപ്പുറക്കുണ്ടത്ത് മലയിൽ ക്ഷേത്രത്തിൻ്റെ അധീനതയുള്ള ഭൂമിയിലെ കൽവിളക്കിൽ കാർത്തിക ദീപം തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. അവിടെ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആർക്കു വേണ്ടി? ആ നിരോധനാജ്ഞ മറികടക്കാൻ ശ്രമിച്ച ഭക്തർ പോലീസിന്റെ ബാരിക്കേഡുകൾ തല്ലി തകർത്തുകൊണ്ട് മുന്നേറി. 10 പേർ ആ മലയിൽ പ്രവേശിച്ചു. കോടതി അവർക്ക് ഭക്തർക്ക് സംരക്ഷണം നൽകാൻ CISFനെ നിയോഗിച്ചിരുന്നു. ആ CISFന്റെ സഹായത്തോടു കൂടി 10 പേർ ആ മല കയറി കാർത്തിക ദീപം തെളിച്ചു. എന്നാൽ വാർത്ത പുറത്തു വന്നതാകട്ടെ മറിച്ചും. ഈ കാർത്തിക ദീപം തെളിക്കാൻ വേണ്ടി മുരുക ഭക്തർ അനുഭവിച്ച ത്യാഗം വളരെ വലുതാണ്. മിക്കവർക്കും എതിരെ കേസെടുത്തു. അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള നീക്കത്തിലാണ് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് ദേവസ്വം ആകട്ടെ ഈ കാർത്തിക ദീപം തെളിക്കുന്ന ചടങ്ങ് തന്നെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു. നോക്കൂ, ഭക്തരുടെ, ക്ഷേത്ര വിശ്വാസികളുടെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കേണ്ട, അതിന് വേദി ഒരുക്കേണ്ട, അതിന് സാഹചര്യം സൃഷ്ടിക്കേണ്ട തമിഴ്നാട് ദേവസ്വം തന്നെ അതിനെ നശിപ്പിക്കാൻ മുന്നോട്ട് വരുന്നു. എന്തിനാണ്? എന്തുകൊണ്ടാണ്? തമിഴ്നാട്ടിൽ ഈ തിരുപ്പുറക്കുണ്ടത്ത് ഈ ക്ഷേത്രത്തിൻ്റെ സമീപം ഒരു ദർഗയുണ്ട്. ആ ദർഗ ഒരു കുന്നിന്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദർഗ, ആ കുന്ന് അറിയപ്പെടുന്നത് തന്നെ സിക്കന്ദർ കുന്ന് എന്നാണ്, സിക്കന്ദർ മലൈ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ സിക്കന്ദർ ദർഗയുടെയും പേര് അത് തന്നെയാണ്. അത് മധുരയിലുള്ള ഒരു സൂഫിയുടേതാണ് എന്ന് കരുതുന്നു. ഇത് മധുരയിൽ തന്നെ ഇതേ ആളിന് വേറെയും ദർഗകളുണ്ട്. അങ്ങനെയുള്ള ഒരു ദർഗ കുറെ കാലങ്ങളായിട്ട് അവർ ആരാധിച്ചു വരുന്നതാണ്, അല്ലെങ്കിൽ അവർ അവിടെ ചില അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി വരുന്നതാണ്. ആ ദർഗയ്ക്ക് ദോഷമുണ്ടാക്കും എന്ന് പറഞ്ഞാണ് സ്റ്റാലിൻ ഗവൺമെന്റ് ഈ തമിഴ്നാട് ദേവസ്വം മതമൈത്രി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ന പേരിൽ ഈ കാർത്തിക ദീപം തെളിയിക്കുന്ന നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ കാർത്തിക ദീപം തെളിക്കൽ ചടങ്ങിന് അള്ളുവയ്ക്കാൻ ശ്രമിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം. ഈ തിരുപ്പുറക്കുണ്ടത്തെ ഈ കുന്ന് അറിയപ്പെടുന്നത് തന്നെ ഈ പേരിലാണ്. ഈ തിരുപ്പുറക്കുണ്ടത്തെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന ആ കുന്ന്, ആ പേര് മായ്ച്ചു കളഞ്ഞ് അതിനെ ഇസ്കന്ദർ കുന്ന് എന്ന് മാറ്റണം എന്ന ചിലരുടെ അജണ്ടയാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇസ്കന്ദർ കുന്ന് എന്ന് പേര് മാറ്റി ഈ തിരുപ്പുറക്കുണ്ടത്തെ സുബ്രഹ്മണ്യന്റെ തിരുശേഷിപ്പുകൾ കല്ലോട് കല്ലില്ലാതെ, മണ്ണോട് മണ്ണില്ലാതെ അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം എവിടെയോ അണിയറയിൽ വലിയ ഗൂഢാലോചനയോടുകൂടി നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഈ പിത്തലാട്ടം. തമിഴ്നാട് സർക്കാർ അത്തരക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ്. രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തി മറ്റെന്തൊക്കെയോ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണ് എന്ന് വ്യക്തമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. മദ്രാസ് ഹൈക്കോടതിക്ക് കീഴിലുള്ള മധുര ഹൈക്കോടതി ബെഞ്ചിന്റെ വിധി വളരെ കൃത്യമാണ്. ജസ്റ്റിസ് സ്വാമിനാഥൻ അവിടെ CISFന്റെ സംരക്ഷണയോടുകൂടി കാർത്തിക ദീപം എവിടെയാണോ തെളിച്ചിരുന്നത് അവിടെ തന്നെ തെളിക്കണം. ആ കൽവിളക്കുകൾ അതിന് തെളിവാണ്. നൂറ്റാണ്ടുകളായിട്ട് കാർത്തിക ദീപം തെളിയിച്ചിരുന്ന സ്ഥലത്ത് തന്നെ അത് തെളിയിക്കണം എന്ന് വിധി പറഞ്ഞു. ആ വിധി നടപ്പാക്കാൻ തമിഴ്നാട് ദേവസ്വമോ തമിഴ്നാട് സർക്കാരോ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസോ ഒട്ടും അനുകൂലമായിരുന്നില്ല എന്ന് മാത്രമല്ല, പ്രതികൂലമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഒടുവിൽ ഭക്തർക്ക്, അല്ലെങ്കിൽ ഭക്തരുടെ ആവേശം അണപൊട്ടി ഒഴുകി, അവരുടെ ഭക്തി അണപൊട്ടി ഒഴുകി, ആ അണപൊട്ടലിൽ
തമിഴ്നാട് സർക്കാരും പോലീസും ദേവസ്വവും ഒക്കെ ഒഴുകിപ്പോയി എങ്ങോട്ടേക്കോ എന്നാണ് പറയേണ്ടത്. ഭക്തർ അവിടെ എത്തി കാർത്തിക ദീപം തെളിച്ചു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ ഭക്തരെ, മുരുക ഭക്തരെ, അവരുടെ കൂട്ടായ്മയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് തമിഴ്നാട് സർക്കാരിന്റെ നാശത്തിന് കാരണമാകും എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്റ്റാലിൻ, നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. നിങ്ങളുടെ പരമ്പര തന്നെ അവിടെ ഇല്ലാതായി പോകുന്ന വിധത്തിൽ ഭക്തരുടെ ത്യാഗോജ്വലമായ ഭക്തി, അവരുടെ പ്രവർത്തികൾ നിങ്ങളെ ഒതുക്കിക്കളയും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും സനാതന ധർമ്മത്തെ വൈറസുകളോട്, ബാക്ടീരിയകളോട് ഒക്കെ ഉപമിക്കുന്ന നിങ്ങളുടെ അനന്തര തലമുറയുണ്ടല്ലോ, ആ തലമുറ എന്നെങ്കിലും സത്യം തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, സുബ്രഹ്മണ്യന്റെ പേരിൽ തമിഴ്നാട്ടിൽ 6 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരു കേന്ദ്രം നശിപ്പിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന പ്രവൃത്തി ആയിരിക്കില്ല, മറിച്ച് അത് നിങ്ങളുടെ സർവനാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. മുരുക ഭക്തർ വെറുതെ ഇരിക്കില്ല, അവർ ആഞ്ഞടിക്കും ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെ. ആ കൊടുങ്കാറ്റ്, ആ ജനാധിപത്യത്തിന്റെ കൊടുങ്കാറ്റ് നിങ്ങളെ കടപുഴക്കി എറിയും, നിങ്ങളുടെ പാർട്ടിയെ കടപുഴക്കി എറിയും. അത് വേരോട് തമിഴ്നാട്ടിൽ നിന്ന് അതിനെ പിഴുത് ബംഗാൾ ഉൾക്കടലിലേക്ക് അതിനെ വലിച്ചെറിയും എന്ന് ഓർക്കുക. ഈ ചീപ്പ് ദ്രവീഡിയൻ പൊളിറ്റിക്സ്, ഈ ജാതി മത സമവാക്യങ്ങളെ വെച്ചുകൊണ്ടുള്ള ഈ ചതുരംഗക്കളി, അത് ഇനി വിലപ്പോകില്ല നമ്മുടെ രാജ്യത്ത് എന്ന് നിങ്ങൾ ഓർക്കുക. കാരണം ഈ രാജ്യം ഇന്ന് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, ലോകത്തിന് മുഴുവനും മാർഗദീപമാകുന്ന, ലോകത്തിന്റെ മുഴുവനും ഗുരുവാകുന്ന, വിശ്വഗുരു ആകുന്ന ആ ലക്ഷ്യത്തിലേക്ക് ഉറ്റുനോക്കി അതിശക്തമായ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. അതിനെ തടുക്കാൻ, അതിനെ തടസ്സപ്പെടുത്താൻ ഒരു സ്റ്റാലിനും കഴിയില്ല, ഒരു DMKയ്ക്കും കഴിയില്ല. അതിന് ശ്രമിച്ചവരെല്ലാം ഇന്ന് മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുന്നു. അവർക്കൊക്കെ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ തമിഴ്നാട്ടിലെ ഈ മുരുക ഭക്തരെ ചൊറിഞ്ഞുകൊണ്ടുള്ള ഈ കളി, അത് തീക്കൊള്ളി കൊണ്ടുള്ള ചൊറിച്ചിലാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും തിരുപ്പുറക്കുണ്ട്രം ഒരു മാതൃകയാണ്, ഒരു ഉദാഹരണമാണ്. നിങ്ങൾ കാര്യങ്ങൾ ഇതുകൊണ്ട് പഠിക്കുമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ DMK അറബിക്കടലിലായിരിക്കും DMKയുടെ സ്ഥിതി. DMK ചെന്നെത്താൻ പോകുന്നത് അറബിക്കടലിലായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഈ മുരുക ഭക്തർ നൽകുന്നത്, തമിഴ്നാട്ടിലെ ജനങ്ങൾ നൽകുന്നത് എന്ന് ഓർക്കുക.